പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയ മോളെ, നല്ല മാർക്ക് വാങ്ങിക്കണം. അമ്മേ, അമ്മേ, മോളെ, മോളെ. ആ, നീ ഇതെവിടെയായിരുന്നു? നിന്നെ ഇത്ര നേരം കാണാത്തോണ്ട് ഞാനങ്ങ് കുളിച്ചു കയറി. എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖത്തൊരു പ്രയാസം പോലെ. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാൻ വളരെ ആലോചിച്ചു നോക്കി, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. അല്ലെങ്കിൽ വേണ്ട ചേച്ചി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. നീ വേറെ ആരോടും പറയണ്ട. മോളൊരു കാര്യം ചെയ്, പവിത്രനോട് തന്നെ പറ. അച്ഛനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അവൾ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ. മോനെ, ഒറ്റ വെട്ടിന് നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ മോളെ ഓർത്തപ്പോ എനിക്കത് കഴിയുന്നില്ലടാ. നിനക്കും ഇല്ലേ രണ്ടുമൂന്നെണ്ണം. എന്നോട് ഈ ചെയ്തതിന് ദൈവം നിന്നോട് ചോദിക്കൂടാ. എന്നോട് നീ ചെയ്തിടാ പട്ടി. എന്നോട് ദൈവം ചോദിക്കൂടാ നായ. നിന്റെ മോക്കടെ പുറകെ ഓരോരുത്തന്മാര് നടക്കില്ലേ, ഓരോരെ പഠിപ്പിക്കൂടാ. നീ എന്തിനാ മോളെ കരയുന്നേ? എന്തിനാ മോളെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? അപ്പന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അതിന് ഞാൻ പഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലെന്നറിയാം. പക്ഷെ രണ്ടാളും അന്യജാതിക്കാരെ പ്രേമിക്കുന്നെന്നറിയുമ്പോ ഏതപ്പനും വിഷമം തോന്നില്ലേ? വിഷമം? മറ്റുള്ളവരുടെ വിഷമം ആർക്കും അറിയണ്ട. അപ്പന് മാത്രം സുഖിച്ച് ജീവിച്ചാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവ. നിന്റെ അപ്പനെ സഹിച്ച് ഈ അമ്മച്ചി ഇതുവരെ ജീവിച്ചില്ലേ? നേര സഹിച്ച് മടുത്തു. എവിടെയെങ്കിലും പോയി ചത്തോള ഞാൻ. മോളെ ഇവിടെ എന്തെടുക്കാരുന്നേ? ഞാൻ വിളിച്ച കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ലക്കില്ലേ? ലക്കില്ലാത്ത എനിക്കല്ല, അകത്തുള്ള പെമ്പിള്ളേർക്ക്. ഈ വർക്കി മാപ്പിള്ളയുടെ നസ്രാണി പെമ്പിള്ളേർക്ക് അന്യജാതിക്കാരെ തന്നെ വേണമെന്ന് സ്വന്തമായി മനസ്സമ്മതം നടത്തിയിരിക്കല്ലേ പശുക്കള്. കള്ള കുടിച്ചു വൃത്തിയോട് പറയാ മനുഷ്യ. നിനക്കാ കിട്ടണ്ട, നിനക്ക്. നീയെ വെച്ചോടെ പഴപ്പിച്ചത്. തല്ലിക്കൊന്നു. ഇതിന് പേരാതാ. കാളയ്ക്ക് ഇത് കൊടുത്തു വന്നിട്ട് ബാക്കി. തിന്നടാ. നിനക്കും വന്നോടാ കുശുമ്പ്? നിനക്കും കുശുമ്പ് വന്നോടാ? നിനക്കും വന്നോടാ?
കള്ള എന്തായാലും സൊസൈറ്റി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കും. അതിനെ കുറിച്ച് നമുക്ക് കൂലങ്കഷമായിട്ട് ചിന്തിക്കണം. ജോസ് എത്തി. നമസ്കാരം. നമസ്കാരം. വർക്കിച്ചന്റെ വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ. അപ്പൊ എന്റെ ഊഹ ശരിയായി. കുറച്ച് നാളെ വർക്ക് മാപ്പിള കിടപ്പിലായ പിന്നെ ചവിട്ടിക്കലൊന്നും നടക്കുന്നില്ല. ജോസ് വരുമെന്ന് പറഞ്ഞിരുന്നു. ജോസോ? ഏത് ജോസ്? അപ്പൊ നിങ്ങൾ ജോസ് അല്ലേ? അല്ല, ഞാൻ വാസു. എനിക്കിതിനൊന്നും ചവിട്ടിക്കണമല്ലോ. ആരെ? ഞാനാ? നിങ്ങളെ കൊണ്ടല്ല, വർക്കിയുടെ കാളയെ കൊണ്ട്. അതിന് നിങ്ങൾ മെനക്കെടണമെന്നില്ല. സ്വന്തം കാളയടിച്ച് വർക്ക് മാപ്പിള കിടപ്പിലായിട്ട് ആഴ്ചകൾ കുറേയായി. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? താനൊരു കാര്യം ചെയ്. ഇതിനെ കൊണ്ട് കണ്ണും പൂട്ടി നേരെ നടന്നു. ഈ റോഡിന്റെ അങ്ങേയറ്റത്ത് സർക്കാർ വക ഒരു മൃഗാശുപത്രി ഉണ്ട്. അവിടെ കൊണ്ടു ചെന്ന സൗജന്യമായിട്ട് ഒറ്റ ഇഞ്ചക്ഷൻ 9 പശു പേറും മാസം. ഇനിയിപ്പോ അതായിരിക്കും നല്ലതല്ലേ? പൊക്കോ. ഇങ്ങോട്ടാ പയ്യത്തള്ള നട്ടല്ലോടി. ഇതിനെ വല്ല ഇറച്ചി വിലയ്ക്കാൻ മൂസാക്കാൻ കാണാൻ കൊടു. ഇതിനെ കുത്തിവെച്ചാലേ ചിലപ്പോ സിറും ചൊടിഞ്ഞു പോകും. കുട്ടപ്പേട്ടനോ? ഇപ്പൊ എങ്ങനുണ്ട്? ചരിഞ്ഞിറക്കാം. പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. അതായി അസുഖത്തിന്റെ ഒരു കുഴപ്പം. താനെന്താ ഡോക്ടറാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട്ടപ്പ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മൂസയുടെ വീട്ടിൽ മിനിഞ്ഞാന്ന് ഞാൻ പോയിരുന്നു. ആളവിടെ ഇല്ല. ആന്ധ്രയിൽ തോല് കൊടുക്കാൻ പോയിരിക്കുക. പിന്നെ അനിയൻ കാസിമിനെ കണ്ടു. കാളെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു അത്തിക്കാരൻ ജോസ്. ഏത് സമയത്ത് ആളിങ്ങെത്തും. 2 ആഴ്ചയായി ചവിട്ടിക്കലില്ല. കാളെ നേരാൻ മണ്ണ നോക്കാൻ ആളുമില്ല. എനിക്ക് വയ്യാണ്ടായില്ലേ. ഇങ്ങനെ എത്രയാന്ന് വെച്ചാ കുട്ടപ്പേട്ട? പാലും തുന്നലും കൊണ്ട് മാത്രം ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ? അപ്പനും അപ്പാപ്പനും മരുന്ന് മേടിക്കാൻ തന്നെ രൂപ എത്ര വേണമെന്ന്? അതിനല്ലേ ഞാൻ ജോസിനെ തിരക്കി പോയത്. 2 ദിവസത്തിനകം ജോസിങ് എത്തും. കർത്താവിന്റെ കൃപയാൽ ഒത്താപ്പിനൊന്നും നോക്കണ്ട. അവൻ ഇണങ്ങാത്ത കാളകളില്ല. മോളെ, കുട്ടപ്പൻ എന്തെങ്കിലും കുടിക്കാൻ കൂടാ? വേണ്ട, ഞാൻ പൗത്തേട്ടനിടന്ന് ഇപ്പൊ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. എന്നാലും മോളൊരു ചായ എടുത്തോ. വർക്കിച്ചോ, വിഷമം മാറ്റാൻ ഒരു ഇത്തിരി. വേണ്ട കുട്ടപ്പ, തെറ്റുകൾ ഇനി ആവർത്തിക്കുന്നില്ല. കാലം പിഴച്ച എല്ലാവർക്കും വരും വിഷമം. ഒക്കെ ശരിയാവും. ആ ജോസിങ് വന്നോട്ടെ. എന്താ മീൻ പിടിക്കുക? വർക്ക് മാപ്പിളുടെ വീടേതാ? അവനെ അവിടത്തെയാ. വാ മിനിക്കുട്ടി, ഇത് പിടിച്ചോ, ഞാൻ ഇപ്പം വരാം. ആരാ മോനെ ഇത്? അപ്പനെ കാണാൻ വന്നതാ. ആരെന്ന് മനസ്സിലായില്ല. മൂസക്ക പറഞ്ഞിട്ട് വന്നതാ. തേനീന്ന് അത്തിക്കാരൻ ജോസ്. വരൂ, അകത്തേക്കിരിക്കാം. എഴുന്നേക്കാൻ മേല. 3 മാസമായി കിടപ്പില. കാള ഒന്ന് പറ്റിച്ചതാ. അറിയാം, മൂസക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാളയെ ഞാൻ നന്നായി നോക്കിക്കോളാം. മൂസക്ക പറഞ്ഞ എനിക്ക് വേദവാക്യ. ഇത് ആലീസ്, മൂത്ത മകളാ. പിന്നെ ഇവളുടെ ഇളയതുങ്ങളാ. അപ്പാ, എന്റെ കാര്യം? ഇവൻ എന്റെ ഒരേ ഒരു മോന, തോമസ് കുട്ടി, ഇളയവൻ. ഞങ്ങൾ പരിചയപ്പെട്ടു വഴി വെച്ച്. പാവ എന്നെ പോലെ. ജോസേ, എന്തോ? കാളയുടെ കാര്യം മാത്രം പോരാ, പറമ്പിലെ കാര്യങ്ങളും കൂടി നോക്കണം. വർക്കിച്ചൻ പറയുന്നത് ജോസ് ചെയ്യൂ. എന്റെ അപ്പം പുലിമലയിൽ തോമ എന്നെ ഒന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ, വിശ്വാസം. അത് പറ്റിയ വത്തിക്കാനിലെ പള്ളിയിൽ കത്തണ മെഴുകുതിരിയാണേലും ജോസ് ഊതിക്കെടുത്തും.